ഹായ് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പെൺകുട്ടിയാണ് വരക്കാനായിട്ട് പോകുന്നത് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. ഇത് പാർട്ട് 3 ആണ്. കഴിഞ്ഞ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക, എന്നാലും നിങ്ങൾക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. മൊബൈലിലാണ് നമ്മൾ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബേസിൽ നമ്മുടെ സ്കെച്ച് ബുക്കിലേക്ക് ഗ്രിഡ് വരയ്ക്കണം. മൊബൈലിൽ എങ്ങനെ ഗ്രിഡ് തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ്, വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകാതിരിക്കാൻ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, എങ്ങനെയാണ് ഗ്രിഡ് തയ്യാറാക്കേണ്ടത്, മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് ആദ്യ ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പീഡാക്കി ഞാൻ കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ. നിങ്ങൾക്ക് അറിയാം ഗ്രിഡ് വരയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 3 മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫേസ് ഡ്രോയിങ്ങിൽ ഷെയ്ഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്യാനും ഗ്രിഡ് വരയ്ക്കാനൊക്കെ പഠിച്ചതാണ്. നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം ഗ്രിഡ് മെത്തേഡ് ബേസ് ചെയ്ത്. ഈ ഒരു പോർഷനും കുറച്ച് സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്, നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. ഹെഡിൻ്റെ ഈ ഒരു പോർഷൻ, ആ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ബോക്സ് നോക്കി മെൻഷൻ ചെയ്തു. ഇനി അവിടുന്ന് വരച്ച് പോവാം, ബോക്സ് ബൈ ബോക്സ് ആയിട്ട്. അടുത്തൊരു ബോക്സിൽ എന്താണ് കാണുന്നത് അത് മാർക്ക് ചെയ്തു. അങ്ങനെ വരച്ച് നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇത് വളരെ എളുപ്പമാണ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്ന കാര്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു, കുറച്ച് പേരത് കംപ്ലീറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പ്രിയപ്പെട്ട 5 ആളുകളുടെ ഫേസ് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് ചെയ്തവർക്ക് ഗ്രിഡ് മെത്തേഡ് പക്ക മനസ്സിലായിട്ടുണ്ട്. മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കാനും ഗ്രിഡ് തയ്യാറാക്കി ഔട്ട്ലൈൻ ചെയ്യാനൊക്കെ കറക്റ്റ് ബൾബോണായിട്ടുണ്ട്. അത് ചെയ്യാത്തവർ ആ ഒരു ടാസ്ക് ചെയ്യുക. ഓക്കെ, എന്നാലാണ് നമുക്ക് ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങൾ ബെറ്ററായിട്ട് ഓക്കെ ആയിട്ട് വരുന്നത്. അല്ലാതെ ജസ്റ്റ് വീഡിയോ കണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ കൈ കൊണ്ട് പെൻസിലെടുത്ത് വരച്ച് മുമ്പോട്ട് പോവുക, അപ്പോഴാണ് ശരിയായ പഠനം നടക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ചെവിയുടെ പോർഷൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ബോക്സ് ബൈ ബോക്സ് ആയിട്ട് ഓരോ ബോക്സിലും എന്താണ് കാണുന്നത് അതനുസരിച്ച് നമ്മൾ വരയ്ക്കണം. ഞാനിപ്പോൾ A4 സൈസിൻ്റെ വലിപ്പത്തിലുള്ള സ്കെച്ച് ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വിഡ്ത്ത്, ലെങ്ത്ത്, അതിൻ്റെ വീതി വെച്ച് നോക്കുകയാണെങ്കിൽ 10 ബോക്സ് ആയിട്ട് കിട്ടും. പിന്നെ താഴേക്ക് നീളം, ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ താഴേക്ക് ഒരു 14 ബോക്സ് താഴേക്ക് ഉണ്ടാവും. 2 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ ബോക്സ് ബൈ ബോക്സ് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത്, ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇതുപോലെ വരയ്ക്കുക, കണക്ട് ചെയ്ത് എടുക്കുക. ഔട്ട്ലൈൻ ചെയ്യുന്ന പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഗ്രിഡിൻ്റെ ഔട്ട്ലൈൻ ഗൈഡ് ലൈൻസൊക്കെ ഞാൻ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഔട്ട്ലൈൻ കാണാനായിട്ട് കഴിയും. ആ ചിത്രത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. ഹെയറിൻ്റെ പോർഷനിൽ കുറച്ച് ഗ്രിഡ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഒഴിവാക്കാം. ഇനി ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. HB പെൻസിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ലൈറ്റ് പ്രഷറാണ് എനിക്ക് ആവശ്യം. ഞാൻ പെൻസിൽ കുറച്ച് മേലെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്, അതെപ്പോഴും ഓർക്കുക. കണ്ണിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഐബോള്, ഇത് നമ്മളുടെ മലയാളികളുടെ ടച്ചിലല്ല കണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അവരുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത
അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. നമുക്ക് റഫറൻസ് പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റഡിയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നല്ലപോലെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ വരക്കാനെടുത്ത ചിത്രം അല്ലെങ്കിൽ റഫറൻസ് പിക്ക് നല്ലപോലെ ഒബ്സർവ് ചെയ്യുക. അതിലെങ്ങനെയാണ്, ഏത് ടോണാണ് വരുന്നത്, അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളും ഷെയ്ഡൊക്കെ എങ്ങനെയാണുള്ളത് നല്ലപോലെ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് HB പെൻസിലാണ്. അത് വെച്ച് ഷെയ്ഡ് ചെയ്തെടുത്തു കണ്ണിൻ്റെ ഐബോള്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പേപ്പർ സ്റ്റമ്പ് അല്ലെങ്കിൽ സ്മഡ്ജിങ് സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടാമത് നിങ്ങൾ എൻ്റെ ഒപ്പം വരച്ച് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് കഴിയും. ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫേസ് ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കണ്ടു മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ഭാഗം വളരെ ലളിതമായിരുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. പിന്നെ അടുത്ത ഭാഗങ്ങളിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ആദ്യമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ തൊട്ടടുത്തുള്ള പടി ചവിട്ടി നമുക്ക് മുമ്പോട്ട് പോകാനേ പറ്റൂ. ബിഗിനേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഏതൊരു ടോപ്പിക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിൻ്റെ ആ ഒരു ഡാർക്ക് ഐബോൾ ഐറിസ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 4B പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം HB യൂസ് ചെയ്തു, പിന്നെ അത് പേപ്പർ സ്റ്റമ്പ് വെച്ച് ബ്ലെൻഡ് ചെയ്തു. ഇപ്പം ഞാൻ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് വേണ്ട പോർഷൻ ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യണം. നല്ല സൂചി മൊന ആവശ്യമാണ് പെൻസിലിന്. അല്ലാതെ അതിൽ മൊനയൊന്നുമില്ല അതേപടി എടുത്തിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ ഒരിക്കലും വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. ഇടയ്ക്കിടെ പെൻസിൽ ഷാർപ്പൻ ചെയ്യുക. നല്ല നീറ്റ്നെസ് നമുക്ക് ഡ്രോയിങ്ങിൽ കിട്ടണം. ഇനി തൊട്ടടുത്ത കണ്ണിലെ ഡാർക്ക് വേണ്ട പോർഷൻ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗം നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. അതിന് ചെറിയ പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ പോർഷനൊക്കെ പുറത്തേക്ക് നമ്മൾ ബ്ലെൻഡിങ് പോകാൻ പാടില്ല. ആ ഔട്ട്ലൈനിൽ തന്നെ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ബ്ലെൻഡിങ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ പേപ്പർ സ്റ്റമ്പ് കിട്ടും, വലിയ പേപ്പർ സ്റ്റമ്പ് കിട്ടും. നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളത് യൂസ് ചെയ്യുക. കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ടൂളാണ് യൂസ് ചെയ്യാൻ ബെറ്റർ. ഇനി കണ്ണിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഒരു റിയൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യണം. നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ ആധാരം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ക്ഷമ വേണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ ഇത് സ്പീഡിൽ ഒരിക്കലും നടക്കില്ല. നിങ്ങൾ നല്ല സ്കില്ലുണ്ടെങ്കിലും സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഷെയ്ഡിങ്ങിൻ്റെ പ്രത്യേകത സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ചുണ്ടിൻ്റെ പോർഷൻ, ലിപ്പിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്യാം. ലൈറ്റായിട്ട് തന്നെ തുടങ്ങണം. HB തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യുക. എന്നിട്ട് ചെരിച്ച് പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നത്. പെൻസിലിൻ്റെ കുറേ മേലെ പിടിച്ചിട്ട് കണ്ടില്ലേ, നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഏറ്റവും താഴെ പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പ്രഷർ ആയിരിക്കില്ല കിട്ടുന്നത്, ഡാർക്ക് പ്രഷറായിരിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വാല്യൂ സ്കെയിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ
ബേസിക് ഡ്രോയിങ് മാസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം പോർട്രേറ്റ് മാസ്റ്ററിയിലേക്ക് വരിക. എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് കഴിയും. ഇനി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ സ്റ്റെമ്പാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് തവണ യൂസ് ചെയ്ത പേപ്പർ സ്റ്റെമ്പാണെങ്കിൽ ഫേസ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൂള് നല്ലപോലെ സാൻഡ് പേപ്പറിലോ അവിടെ ഉരച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം രണ്ടാമത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ ഒരുപാട് പെൻസിലിൻ്റെ ലെയേഴ്സ് ഉണ്ടാവും, ആ ഗ്രാഫൈറ്റ് പൗഡേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ഉദ്ദേശിച്ച കളർ ടോൺ ആയിരിക്കില്ല കിട്ടുന്നത്. അതുകൊണ്ട് പേപ്പർ സ്റ്റെമ്പൊക്കെ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി വെക്കണം. എൻ്റെ ആദ്യത്തെ ലെയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ റഫറൻസ് പിക്ക് നോക്കി മനസ്സിലാക്കണം. നോസിൻ്റെ പോർഷൻ ചെയ്യാം. ഫസ്റ്റ് ലെയർ HB വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. പെൻസിൽ ഞാൻ മേലെയാണ് പിടിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചീക്കിൻ്റെ പോർഷൻ, കവിൾത്തടം, അത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് പോലെ ഇരിക്കും. ഒരു ഫ്ലാറ്റ് ഡ്രോയിങ് ആയിരിക്കും. അത് പാടില്ല. നമ്മളിവിടെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ലെയർ ലൈറ്റായിട്ട് തന്നെ തുടങ്ങണം. നമുക്ക് ഷെയ്ഡിങ് വേണ്ട ഭാഗങ്ങളൊക്കെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ലൈറ്റ് ടോൺ വേണ്ട ഭാഗങ്ങൾ HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ. പ്രകാശം അടിക്കുന്ന പോർഷൻ നമ്മൾ ഒഴിച്ചിടുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവനായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. കണ്ടില്ല, നോസിൻ്റെ ഭാഗത്ത് പ്രകാശം അടിക്കുന്ന ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കവിൾത്തടത്തിൻ്റെ പോർഷൻ, പിന്നെ കണ്ണിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഒരു പോർഷനിൽ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കാം. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു നോസിൻ്റെ കറക്റ്റ് ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇനി ചീക്കിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ല, റഫറൻസ് പിക്കിൽ കുഞ്ഞുങ്ങളുടെ കവിൾത്തടമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പാൽക്കട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു ഫീല് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ് ഇവിടെ ആവശ്യം. അതിനനുസരിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡിങ്ങിൽ കവിൾത്തടമൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ ബെറ്റർ ബ്രഷ് ആയിരിക്കും. ഞാനിവിടെ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് പെൻസിൽ വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ബ്ലെൻഡിങ് ആരംഭിക്കുന്നത്. ഷെയ്ഡ് വേണ്ട ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലൈറ്റ് ടോണാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. തീരെ അറിയാത്ത ആളുകൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. തീരെ അറിയാത്ത ആളുകളുണ്ട്, ഓക്കെ, അവർക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി കഴുത്തിൻ്റെ പോർഷൻ, അവിടെ ഷാഡോ ചെറിയൊരു കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും കവിൾത്തടത്തിനെ അപേക്ഷിച്ച്. അവിടെ നല്ല രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലെൻഡിങ് ആരംഭിക്കാം. ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കിട്ടിയൊരു ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബ്രഷാണ്, സിന്തറ്റിക് ബ്രഷാണ്. ഇത് നല്ല രീതിയിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുക. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഷെയ്ഡ് പോകുന്നത് നോക്കി നമ്മൾ ഉരച്ച് കൊടുത്താൽ മതിയാകും. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും.
ഇതുപോലെ ചെയ്ത് നോക്കുക. ഫേസ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ ബ്ലെൻഡ് ചെയ്യാൻ. അതേപോലെ തന്നെ ഏറ്റവും ബെറ്റർ ബ്രഷ് തന്നെയാണ്. നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ലിപ്പ്, പിന്നെ കണ്ണ്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യാം. എല്ലാ ടൂളുകളും നമുക്ക് ആവശ്യമാണ്. അത് ഇന്ന സ്ഥലത്ത് എന്നതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കുക, തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോവുക. ഓക്കെ, നിങ്ങളെല്ലാം യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് തുടരാം. ഇനി ഞാനിപ്പോൾ കണ്ണിൻ്റെ തൊട്ട് താഴത്തെ ഒരു പോർഷൻ ലൈറ്റായിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പേപ്പർ സ്റ്റമ്പ് എടുക്കാം. നോസിൻ്റെ പോർഷൻ ഒന്ന് ഷേപ്പ് അനുസരിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഫസ്റ്റ് ലെയറിൻ്റെ ഭാഗം HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യം ഷെയ്ഡ് കൊടുത്തിരുന്നത്. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷനിൽ കുറച്ച് കട്ടി കൂടുതൽ കൊടുക്കണം. നമുക്ക് ഷെയ്ഡ് കുറച്ചുകൂടെ കട്ടിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പേപ്പർ സ്റ്റമ്പാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ബ്രഷ് വെച്ച് സ്മൂത്ത് ഷെയ്ഡിങ് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കുറച്ചുകൂടെ ഡാർക്കിൽ നമുക്ക് ആ ഷെയ്ഡിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡിങ് ഒരിക്കലും ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. മാക്സിമം അതിൻ്റെ അകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ നീറ്റ്നെസ് നോക്കണം. പേപ്പറിൻ്റെ ഭംഗി, വൃത്തിയാണ് പ്രധാനം. അത് നമ്മൾ നോക്കുക. ഇനി ലിപ്പിൻ്റെ തൊട്ട് താഴത്തെ ഈ ഒരു പോർഷൻ ഷെയ്ഡ് കൊടുക്കാം. ഷെയ്ഡല്ല, ഷെയ്ഡ് ചെയ്ത ഭാഗം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ മൂക്കിൻ്റെ തൊട്ട് താഴത്തെ ഈ ഒരു ഭാഗത്ത് ഇത് പേപ്പർ സ്റ്റമ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ ലിപ്പിൻ്റെ മേലെ കാണുന്ന ഈ ഒരു പോർഷൻ. ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ അത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും ആ ഒരു ഡിസൈൻ. പിന്നെ കുഞ്ഞുങ്ങളുടെ നുണക്കുഴി, ഇതൊക്കെ നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ആ നോസ്ട്രൽസിൻ്റെ പോർഷൻ HB പെൻസിലോ 2B പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു ഭാഗം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം, എന്നിട്ട് തന്നെ ചെയ്യുക. എന്നാലും നല്ല റിസൾട്ട് കിട്ടും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഷെയ്ഡിങ് പാർട്ടാണ് നമ്മൾ പാർട്ട് 3 ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഔട്ട്ലൈൻ ചെയ്യുന്ന ഭാഗങ്ങൾ ആദ്യം ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഔട്ട്ലൈൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ.
കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് 4B പെൻസിൽ യൂസ് ചെയ്ത് ചെയ്യാം. ആ കട്ടിംഗ് ഒക്കെ നമ്മൾ അതുപോലെ ചെയ്തെടുക്കണം. പുരികം വരക്കുന്ന സമയത്ത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. എന്നിട്ട് തന്നെ മാർക്ക് ചെയ്യുക. 4B യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ 2B യൂസ് ചെയ്യാം. ഞാൻ 4B ആണ് എടുത്തിട്ടുള്ളത്. ലൈറ്റായിട്ടുള്ള ടോൺ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് 2B യൂസ് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഓരോ പെൻസിലിൻ്റെയും പ്രഷർ കൺട്രോൾ ചെയ്ത് ലൈറ്റ് ടോണും മിഡ് ടോണും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ പ്യുവർ ബിഗിനേഴ്സ് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത്, ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ ലൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി ആ ലൈൻസുകൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം പേപ്പർ സ്റ്റെമ്പ് വെച്ച്. അപ്പം നല്ലൊരു ഫീല് കിട്ടും. ഒരു റിയാലിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നമ്മളുടെ റെഫറൻസ് പിക്കിലെ ക്യാരക്ടറിൽ പുരികം അങ്ങനെ എടുത്ത് അധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. കട്ടിയിലല്ല കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ലിപ്പിൻ്റെ പോർഷനിലും കുറച്ച് ഡാർക്ക് ടോണൊക്കെ കാണുന്ന ഭാഗങ്ങൾ നോക്കി ഷെയ്ഡ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിങ് ലിപ്പിൻ്റെ ആ ഒരു ഭാഗം അവിടെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. 4B യൂസ് ചെയ്യാം. നല്ല ടൈം എടുത്തിട്ട് തന്നെ ആ ഒരു കട്ടിങ് ചെയ്തെടുക്കണം. അവിടെ ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. കുറച്ച് നല്ല കറക്റ്റായിട്ട് വരണം. അവിടെ ഒരു മിഡ് ടോണാണ് ആവശ്യം. ഞാൻ പെൻസിൽ കുറച്ച് താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാൾ പ്രഷർ കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ മിഡ് ടോണായിട്ട് വരും അതിൽ നിന്ന്. ഇനി അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പേപ്പർ സ്റ്റാമ്പ് യൂസ് ചെയ്ത് നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ലിപ്പിൻ്റെ പുറത്തേക്ക് പോകരുത്. അപ്പം നമ്മളുടെ ഔട്ട്ലൈനൊക്കെ മാറിപ്പോവും. മാക്സിമം നല്ല ക്ഷമ കൊടുത്ത് സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. തിരക്ക് പിടിക്കാൻ പാടില്ല. ഓക്കെ, തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിപാടി മുമ്പോട്ട് പോകില്ല.
ഈ ഒരു പോർഷനിലൊക്കെ ഹെയർ വന്ന് വീഴുന്ന ഭാഗമാണ്. അത് നമുക്ക് ജസ്റ്റ് ബ്രഷ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നെറ്റിയുടെ പോർഷൻ. അപ്പോൾ ഫേസിന് വേണ്ട ഷെയ്ഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾ ഇത്രയും ചെയ്തു തുടങ്ങണം. ഇനി നമുക്ക് ചെവിയുടെ ഭാഗം, ചെവിയുടെ ഈ ഒരു പോർഷനിൽ ലൈറ്റായിട്ട് ഷെയ്ഡിങ് ആരംഭിക്കാം. HB യൂസ് ചെയ്ത് ഫസ്റ്റ് ലെയർ ചെയ്യാം. ഇനി അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം പേപ്പർ സ്റ്റമ്പ് കൊണ്ട്. ഇനി ചെവിയുടെ ആ ഒരു ഹോള്, അതിലാദ്യം നമുക്ക് ലൈറ്റായിട്ട് തന്നെ ഷെയ്ഡ് കൊടുക്കണം. HB വെച്ച് ലൈറ്റ് ടോൺ ചെയ്തെടുക്കാം. എന്നിട്ടത് നമ്മൾ ആ ഒരു വേരിയേഷൻ അവിടെ ആവശ്യമാണ്. ലൈറ്റ് ടു ഡാർക്ക് ആയിട്ടാണ് ഷെയ്ഡിങ് പോകുന്നതെങ്കിലും ഫസ്റ്റ് ലെയർ നമ്മളെപ്പോഴും ലൈറ്റായിട്ട് തന്നെ ചെയ്യണം. ഇനി അതിനോട് ചേരുന്ന അതിൻ്റെ അകത്തേക്കുള്ള പോർഷൻ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്. അവിടെ നമുക്ക് കുറച്ച് കട്ടി കൂട്ടി ഷെയ്ഡ് ചെയ്യാം ഇതുപോലെ. ഓരോ ലെയറും കഴിയുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഹെയറിൻ്റെ പോർഷനാണ്. അത് നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് തന്നെ ചെയ്യാം. കുറച്ച് ഡാർക്കായിട്ടാണ് റെഫറൻസിൽ കാണുന്നത്. അതായത് ചെവിക്കുടയുടെ ഔട്ട്ലൈനോട് ചേരുന്ന ഭാഗം. അതേപോലെ തന്നെ മുടിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ മുടിയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ലൈൻസായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. കണ്ടില്ല, ആദ്യത്തെ ലെയർ ഇങ്ങനെ ചെയ്യണം. പെൻസിൽ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ഇതുപോലെ ഒന്ന് എവിടെ നിന്ന് എവിടത്തേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ അത് നോക്കി മാർക്ക് ചെയ്ത് പോവാം. ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾ ബിഗിനർ ലെവലിൽ ഇങ്ങനെ ചെയ്ത് തുടങ്ങുക. HB പെൻസിൽ കൊണ്ട് ആദ്യത്തെ ലെയർ ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കോളറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കാണ്. കോളറിനോട് ചേരുന്ന അത് മുടിയുടെ ഈ ഒരു പോർഷൻ ഡാർക്കായിട്ടാണ് കാണുന്നത്. ഡാർക്കായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത മുടിയുടെ പോർഷൻ, കൃതാവിൻ്റെ ഈ ഒരു പോർഷൻ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ലെയർ നമുക്കൊന്ന് ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് പോവാം. അധികം കട്ടി കൂട്ടണ്ട, അധികം പ്രഷർ കൊടുക്കണ്ട. ഇനി അതൊന്ന് സാവധാനം ബ്ലെൻഡ് ചെയ്യാം ഡയറക്ഷൻ അനുസരിച്ച്. ഇനി ഞാൻ ചെറിയൊരു ഇറേസർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മായിച്ചെടുക്കാം അതിൽ ലൈറ്റ് വേണ്ട ഭാഗം. അപ്പോൾ നമുക്ക് ആ ഹെയറിന് കുറച്ചുകൂടെ ഒരു ഭംഗി കൊണ്ടുവരാനായിട്ട് കഴിയും. നോർമൽ ഇറേസർ ചെത്തിയെടുത്ത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ കയ്യിൽ ഇറേസർ പെൻസിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മോണോസിറ ഇറേസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്.
നമ്മളുടെ ആദ്യ ഭാഗങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ബിഗിനേഴ്സിൻ്റെ ഇതൊക്കെ ഒരു തുടക്കമാണ്. നമ്മളിനി മുമ്പോട്ട് പോകുമ്പോഴാണ് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കോളറിൻ്റെ ആ ഉടുപ്പിൻ്റെ ഈ ഒരു ഭാഗം ചെയ്യാനുണ്ട്. അവിടെ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ 2Bയോ ഇല്ലെങ്കിൽ നമുക്ക് 4B യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. കട്ടി കുറച്ചിട്ട് വേണം ആദ്യത്തെ ലെയർ ചെയ്യാനായിട്ട്. ഇനി അത് ബ്രഷ് വെച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഡാർക്ക് വേണം. നമുക്ക് 4Bയോ 6Bയോ യൂസ് ചെയ്യാം. ഡാർക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് പെൻസിൽ യൂസ് ചെയ്യാം. 4B കൊണ്ട് നമുക്ക് ചെയ്യാം. ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നോക്കി അതിനനുസരിച്ച് ഷെയ്ഡ് കൊടുക്കാം. ഏത് ഭാഗങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ റഫറൻസ് പിക്ക് നല്ലപോലെ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വരച്ചു തുടങ്ങുക, ഷെയ്ഡ് കൊടുക്കുക. മുടിയുടെ ഭാഗങ്ങൾ ഏകദേശം ചെയ്തിട്ടുണ്ട് റഫറൻസിൽ കാണുന്ന പോലെ. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ബ്ലെൻഡ് ചെയ്യാം. ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് വേണ്ട ഭാഗങ്ങൾ നമുക്ക് മായ്ച്ചെടുക്കാം. പേപ്പർ വൈറ്റ് ഒഴിച്ചിടുന്ന സമയത്ത് നല്ല റിസൾട്ട് കാണാനായിട്ട് കഴിയും. ഇനി ഔട്ട്ലൈൻ്റെ ഭാഗം ഞാൻ കുറച്ച് ഡാർക്കാക്കി കാണിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ റഫറൻസിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. അത് നമുക്കതുപോലെ ചെയ്തെടുക്കാം. 4B കൊണ്ട് ചെയ്യാം. കഴുത്തിൻ്റെ പോർഷൻ 4B ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കോളറിൻ്റെ ഈ ഒരു തൊട്ട് താഴത്തെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നുണ്ട്. അതും നമുക്ക് അടുത്ത ലെയറായിട്ട് 4B പെൻസിൽ കൊണ്ട് കുറച്ച് ഡാർക്കിൽ ചെയ്തെടുക്കാം.
ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം, അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ചിത്രത്തെ നമ്മൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. കോളറിൻ്റെ ഈ അകത്ത് ഈ ഒരു പോർഷനിൽ ഡാർക്കായിട്ട് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്ത അതിനേക്കാൾ കുറച്ച് പ്രഷർ കൂട്ടി ഇവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഡ്രസ്സിൽ അധികം ഷെയ്ഡിങ്ങോ ഡീറ്റെയിലിങ്ങോ ഒന്നും കാണാൻ പറ്റുന്നില്ല റെഫറൻസിൽ. നമുക്ക് അതിനനുസരിച്ച് ഇതിനെ ഒന്ന് ലളിതമാക്കി എടുക്കാം. ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് 4B-യോ 2B-യോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാകും. ഡ്രസ്സിൻ്റെ പോർഷനൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഹെയറിൻ്റെ പോർഷൻ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ കണ്ണിനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം വേണമെങ്കിൽ. അതേപോലെ തന്നെ ചീക്കിൻ്റെ പോർഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇനി കോളറിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് കാണുന്നുണ്ട്, നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. 4B ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഈ ഒരു കട്ടിങ്ങിൽ ഈ ഒരു ഭാഗത്തും കുറച്ച് ഡാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു സ്റ്റഡി നമുക്കതുപടി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റഫറൻസിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ ബിഗിനേഴ്സ് ഫേസ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമേ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യാൻ പോകരുത്, നിങ്ങൾക്കത് വലിയൊരു തലവേദനയായിട്ട് മാറും. എപ്പോഴും നമ്മൾ ലൈറ്റായിട്ട് തന്നെ പഠനം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾ വരക്കാൻ പോകുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് മുമ്പോട്ട് പോവുക. അങ്ങനെ ആകുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത്. ഇനി ചിത്രത്തിൽ കുറച്ച് നീറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ
അധികം സ്മഡ്ജായി പോവാതിരിക്കാൻ ഇതുപോലെ തുണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ വെക്കാം കൈയുടെ അടിയിൽ, അല്ലെങ്കിൽ അത് സ്മഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പോർഷനൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, നമ്മളവിടെ ഓൾറെഡി ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കയ്യിൽ പതിഞ്ഞ് സ്മഡ്ജായി പോകും. പേപ്പറിൻ്റെ നീറ്റ്നെസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷെയ്ഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈയുടെ അടിയിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തുണിയൊക്കെ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഹെയർസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതിനധികം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ തുടക്കത്തിൽ ഇതുപോലെ ഓരോ ലൈൻസായിട്ട് മാർക്ക് ചെയ്യുക, അതിൻ്റെ ഡയറക്ഷൻ നോക്കി എവിടെ നിന്ന് എവിടത്തേക്കാണ് മുടിനാഴിര വാർന്ന് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചീക്കി വെച്ചിട്ടുള്ളത് നമ്മൾ നോക്കുക. അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇതുപോലെ വരച്ചെടുത്താൽ മതിയാവും. ഓരോ ലൈൻസായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം, അത് നോക്കുക. ഹെയർ സ്റ്റഡിക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പെൻസിൽ ഇടയ്ക്കിടെ ഷാർപ്പൻ ചെയ്യണം. ഇത് നമ്മൾ മുഴുവനായിട്ടും ഹെഡിൻ്റെ പോർഷൻ കവർ ചെയ്തെടുക്കുന്നതല്ല, പ്രകാശം അടിക്കുന്ന ഭാഗം നമ്മൾ അതേപോലെ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ചെയ്യുന്നത്, അത് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷെയ്ഡിങ്ങും ഭംഗിയുമായിരിക്കും ഈ ഒരു ഡ്രോയിങ്ങിന് കാണാനായിട്ട് കഴിയുക. ഹെയർ ചെയ്യുന്ന സമയത്ത് ഇതിനധികം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ പെൻസിലെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മതിയാകും. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വരച്ച് തുടങ്ങുക. ഇനി നമുക്കതിൽ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒഴിവാക്കണം, മായ്ച്ച് കളയാം. ഇനി കുറച്ച് ഡാർക്കിൽ നമ്മൾ ആദ്യം വരച്ച മുടിനാഴിര ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഒറ്റ വര ഇതുപോലെ. ഇതിന് കോൺഫിഡൻസ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. എവിടെയാണോ തുടങ്ങുന്നത് അവിടെ പിടിക്കുക, താഴത്തേക്കൊരു വര, അങ്ങനെ ചെയ്താൽ മതിയാവും. ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിനിടയിൽ കുറച്ച് ഒരു മുടിനാഴിരയുടെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്, ഒരു പ്രത്യേക ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ട് ബിഗിനേഴ്സിന് ചിത്രങ്ങൾ വരച്ച് തുടങ്ങാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഓക്കെ ആയിട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, എന്നും പറയുന്ന പോലെ തന്നെ പ്രാക്ടീസാണ് എല്ലാത്തിൻ്റെയും ആധാരം. ഇതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് 2B or 4B ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യാം. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണമെന്ന് മാത്രം. കണ്ടില്ലേ, അധികം കട്ടി കൂട്ടുന്നില്ല, ഇത്രയും ചെയ്തെടുത്താൽ മതിയാവും. നമ്മളുടെ ആദ്യ ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് വരച്ച് തുടങ്ങുന്നത്. കണ്ടില്ലേ, നമ്മൾ അധികം ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഹെയർസ് ചെയ്തിട്ടില്ല, സ്കിൻ ടോൺ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു പ്രൊഫഷണലിസം നമുക്കിതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്, വളരെ എളുപ്പമായ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ലൈറ്റ് വേണ്ട ഭാഗങ്ങൾ ഒഴിച്ചിടുക, ഷെയ്ഡ് കാണുന്ന ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒന്ന് വൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് മായ്ച്ച് എടുക്കാം നമുക്ക്. ഇപ്പോൾ കുറച്ച് ഭംഗി കിട്ടുന്നുണ്ടാവും ആ ഐ ബോളിനും അതേപോലെ തന്നെ
കണ്ണിൽ ഒരു നല്ലൊരു വൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിനൊക്കെ നല്ലൊരു ആ പ്രകാശം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടാവും. അതൊന്ന് ഇറേസ് ചെയ്ത് കളയുമ്പോൾ കണ്ടില്ലേ. അതേപോലെ തന്നെ ലിപ്പിൻ്റെ പോർഷനും ചുണ്ടിലും പ്രകാശം അടിക്കുന്നുണ്ടാവും. നമുക്ക് ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചെടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഇറേസർ പെൻസിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഇതിനേക്കാൾ ബെറ്റർ റിസൾട്ട്. ഇനി ഫേസിലും അതേപോലെ തന്നെ നോസിൻ്റെ ഇടയിലും കണ്ണിൻ്റെ തൊട്ട് താഴെയൊക്കെ പ്രകാശം അടിക്കുന്ന ഭാവം ഉണ്ട് എങ്കിൽ നമ്മുടെ റെഫറൻസ് നോക്കി അതിനനുസരിച്ച് നമുക്ക് മായ്ച്ചെടുക്കാം. ചിത്രം കുറച്ചുകൂടെ അടിപൊളിയാവും. ഇനി നമുക്ക് ഒരു പോർഷൻ കൂടെ ഡാർക്ക് വേണം തോന്നുന്ന ഭാഗം ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മുടിയുടെ ഈ ഒരു പോർഷൻ കുറച്ചുകൂടെ ഡാർക്ക് വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ ഡാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ചിത്രം ഒബ്സർവ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പോർഷനിൽ കുറച്ചുകൂടെ ഷെയ്ഡ് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം അതിനനുസരിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ 4B പെൻസിൽ യൂസ് ചെയ്ത് കുറച്ചൊന്ന് ചെയ്തെടുത്താൽ മതിയാകും. ഇനി അതേപോലെ തന്നെ ക്ലോത്തിലും നമുക്ക് ചെയ്യാം. കോളറിൻ്റെ ഈ ഒരു പോർഷനിലും കുറച്ച് ഡാർക്ക് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. ചീക്കിൻ്റെ ഈ ഒരു പോർഷൻ കവിൾത്തടം കുറച്ച് നമുക്ക് HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുക്കാം. അധികം ഡാർക്ക് ആവശ്യമില്ല, എങ്കിലും ഒരു പോയിന്റ് കുറച്ചൊന്ന് കൂട്ടി ചെയ്യണം. ഇതുപോലെ കൊടുത്താൽ മതി. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ആ റഫറൻസ് പിക്കിൽ കാണുന്ന അതേപോലെ നോക്കുക, ഷെയ്ഡ് കൊടുക്കുക. ഇനി ബ്ലെൻഡ് ചെയ്യണം. അത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. തൊട്ടടുത്ത ഈ ഒരു പോർഷനും അതുപോലെ ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ ഡാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ ഇതിലധികം പെൻസിലൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. HB അതേപോലെ തന്നെ 4B കണ്ടില്ലേ, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വരക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ ഈ ഒരു പോർഷൻ നോക്കിയേ, കുറച്ച് ഡാർക്ക് ചെയ്താൽ ഒന്ന് എടുത്ത് നിൽക്കും. ഐബോളിൻ്റെ പോർഷനും ആ പൊരികമല്ല ആ ഐലാഷിൻ്റെ ഈ ഒരു പോർഷനും ഇതൊക്കെ.
ഇനി ചീക്ക് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് വേണം. ഒരു 3D ഫീല് നമുക്ക് ആ കവിൾത്തടത്തിൽ കിട്ടണം. ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ബ്രഷും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ഫേസിൽ ആ ഒരു ഓമനത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കണ്ടില്ലേ, റഫറൻസ് പിക്ക് നോക്കുമ്പോൾ നമ്മളുടെ ചിത്രവും അതുമായിട്ട് നല്ലപോലെ മാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വരച്ച് പഠിക്കുക. ഇനി കണ്ണിൽ ഒരു വൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലത്തെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് സ്പോട്ട് കണ്ടില്ല, ഒരു പ്രത്യേക ഒരു ലൈഫ് നമ്മുടെ കണ്ണിൽ ചിത്രത്തിൽ വരുന്നതായിട്ട് തോന്നും. ഇതുപോലെ ചെയ്യാം. നമ്മളുടെ ചിത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് വരൊക്കെ നമ്മൾ പഠിച്ചു. ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യാനും അതേപോലെ തന്നെ ഫേസ് വരച്ച് ഷെയ്ഡ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു പാർട്ടിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പോർട്രേറ്റ് വരക്കാൻ പഠിക്കുന്നതായിരിക്കും. ഈ ഒരു വർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.